ഓക്കെ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പൈത്തണിലെ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, അതെന്താണ്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മളിവിടെ സ്ക്രീനിൽ കാണുന്നുണ്ട്. അപ്പോൾ അതായത് ഒരു വേരിയബിളിൻ്റെ കാര്യങ്ങൾ പഠിച്ചു, ഡാറ്റ ടൈപ്സ് പഠിച്ചു, പിന്നെ പ്രിൻറ്റ് ചെയ്യാൻ ഇൻപുട്ട് എടുക്കാനൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് മുമ്പ് വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിട്ടുപോയൊരു പ്രധാനപ്പെട്ട ഡാറ്റ ടൈപ്പ് ഉണ്ട്, ബൂളിയൻ ഡാറ്റ ടൈപ്പ് എന്ന് പറയും. അതായത് ട്രൂ ഓർ ഫാൾസ്, ഈ രണ്ട് വാല്യൂസ് ഏതെങ്കിലും ഒരെണ്ണം സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. അതെങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ആദ്യം തന്നെ. അതായത് ഇപ്പോൾ എന്താ പറയുക, വേരിയബിൾ 1 എന്നതിൽ var1 എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഞാൻ ഇവിടെ കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം ട്രൂ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇതൊരു ബൂളിയൻ വാല്യൂ സെറ്റ് ചെയ്തു. ഇനി അതല്ല, നമുക്ക് വേണ്ടത് ഫാൾസ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാൾസിൻ്റെ എഫും ട്രൂവിൻ്റെ ടിയും ക്യാപിറ്റൽ കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് ബൂളിയൻ വാല്യൂ സെറ്റ് ചെയ്യുന്നത്. ഇനി അതിന് പകരം നമുക്ക് 0യും 1ഉം കൊടുക്കാം. 0 മീൻസ് ഫാൾസ്, അതുപോലെ തന്നെ 1 മീൻസ് ട്രൂ, അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവത്തിലേക്ക് കിടക്കാം. അതായത് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ ഒരു വേരിയബിൾ കൊടുക്കണം, എ എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുത്തു. അതിൽ 10 എന്ന് പറഞ്ഞ് കൊടുത്തു. 10 കൊടുത്ത് നമുക്ക് കൊടുക്കാം ഈഫ് a double is equal to 10 എന്നാണ് പ്രിന്റ് വേണ്ട, നമ്പർ ഈസ് 10. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ നോക്കി അറിയാം, ദ നമ്പർ ഇസ് 10 എന്ന് പറഞ്ഞാൽ പ്രിന്റ് ആയിട്ടുണ്ട്. അതായത് നമ്മളിവിടെ ഇത്രയും ചെയ്തുള്ളൂ, ഒരു വേരിയബിൾ കൊടുത്തു, വേരിയബിളിൽ 10 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളിവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് കാണാം. അതായത് ഈ ഒരു ഈഫ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഈഫ് എന്ന് പറഞ്ഞിട്ട് കണ്ടീഷൻ നമ്മൾ കൊടുക്കണം. കണ്ടീഷൻ കൊടുത്തിട്ട് വേണമെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം, അതല്ല വേറെ രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം. അതായത് ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ കൊടുത്താൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ കൊടുത്താൽ ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് ഈഫ് കൊടുത്ത ശേഷം നമ്മൾ അതിനുള്ളിൽ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്. കണ്ടീഷൻ എന്ന് പറയുന്നത് ട്രൂവോ ഫാൾസോ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇപ്പോൾ അതായത് ഇവിടെ നോക്കുക, എ ഡബിൾ ഈസ് ഈക്വൽ ടു 10 ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ വേറെ കാര്യം ഡബിൾ ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നുണ്ട്. അതിപ്പോൾ ഓരോ ലോജിക്കൽ ഓപ്പറേറ്റർ ആണ്. ഇപ്പോൾ രണ്ടും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഡബിൾ ഈക്വൽ ടു എന്ന് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഈക്വൽ അല്ല എന്നാണെങ്കിൽ നോട്ട് ഈക്വൽ ടു എന്ന് പറയും. നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഒരു എക്സ്ക്ലമേഷൻ മാർക്കും അതിനോടൊപ്പം തന്നെ ഈക്വൽ ടു കൊടുക്കും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടീഷൻ എന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ. ഓക്കെ, എ ഗ്രേറ്റർ ദാൻ 10, അതായത് എ 10നേക്കാളും വലിയൊരു വാല്യൂ ആണോ എന്ന് നോക്കും. അല്ലെങ്കിൽ പിന്നെ എ ലെസ് ദാൻ 10 എന്ന് പറയും. അതായത് എ എന്ന വേരിയബിളിന്റെ വാല്യൂ 10 എന്ന വാല്യൂവിനേക്കാളും ചെറുതാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. അതായത് ചെറുതോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കണം. ഓക്കെ, ഒന്നെങ്കിൽ ഈക്വൽ ആവും അല്ലെങ്കിൽ ചെറിയൊരു വാല്യൂ ആവും. അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വരാം. അതുപോലെ തന്നെ ഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ 10നേക്കാളും വലുതുമാവും 10ഉം ആവും. അതാണ് ഇതൊക്കെ കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കണം. അതായത് എ എന്ന് പറഞ്ഞ വാല്യൂ 10നേക്കാളും വലുതാണോ 10 ആണോ എന്നാണ് ഇവിടെ നോക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ ഇതിനകത്തേക്ക് ഒരു ഡബിൾ ഈക്വൽ ടു കൊടുക്കുകയാണ്. ഓക്കെ, എ എന്ന വാല്യൂ 10 ആണോ നോക്കുവാണ്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കാം, എയുടെ വാല്യൂ 10 ആണ് നമുക്കറിയാം. അപ്പോൾ എ ഡബിൾ ഈസ് 10 എന്ന് പറഞ്ഞാൽ ട്രൂ ആണ് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ഇതിന് താഴേക്കുള്ള ലൈൻസ് എക്സിക്യൂട്ട്. ഇപ്പോൾ താഴേക്ക് നമുക്ക് ഒരു ബ്ലോക്ക് ആണ്. ശരിക്കും പറയുക ഈഫ് എന്ന് പറയുന്നത് ഒരു ബ്ലോക്കിനെ കൺസിസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഒറ്റ ലൈൻ മാത്രമല്ല, ഇപ്പോൾ വേണമെങ്കിൽ മൾട്ടിപ്പിൾ ലൈൻസ് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാൻ നിൽക്കട്ടെ. ഓക്കെ, ഇവിടെ 2 ലൈൻ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഈ വാല്യൂവിന് പുറത്ത് വരണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ഈ ഈഫിന് നേരെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഈഫ് എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ ചെറിയൊരു ഗ്യാപ്പ്, ഈ ഗ്യാപ്പിന് പറയുന്ന ഇൻഡന്റേഷൻ എന്ന് പറയും. ഇപ്പോൾ ഇൻഡന്റേഷൻ എറർ എന്ന് പറഞ്ഞ ഇൻഡന്റേഷൻ എറർ എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട എററാണ് പൈത്തണിൽ. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇപ്പോൾ ഇത് വേണ്ട. ഓക്കെ, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മളൊരു ഈഫ് കൊടുക്കുന്നു. ഈഫിന് ശേഷം നമുക്കൊരു ഡബിൾ ഈക്വൽ ടു കൊടുത്താൽ പിന്നെ ഒരു കണ്ടീഷൻ കൊടുക്കുന്നു. കണ്ടീഷൻ കൊടുത്തിട്ട് അതിനുള്ളിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് ശരിയാണെങ്കിൽ ഇവിടെ ഇത് പ്രിന്റ് ആവുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വേറെ കാര്യം ചെയ്യാം, എ ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. ഓക്കെ, എ 1 ആണെങ്കിൽ മാത്രം 10 എന്ന് പറഞ്ഞ നമ്പർ, 10 വേണ്ട, 1 എന്ന് പറഞ്ഞത് പ്രിന്റ് ചെയ്യാം. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഒന്നും തന്നെ പ്രിന്റ് ആയില്ല. കാര്യം ഈ ഒരു കണ്ടീഷൻ ഇവിടെ തെറ്റാണ്. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ ഇവിടെ തെറ്റാണ്, അതുകൊണ്ട് ഇത് വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിന് പുറത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം, പ്രിന്റ് ഹലോ എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഹലോ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യുന്നുണ്ട്. കാര്യം അതിനും പുറത്താണ്, അത് കണ്ടീഷനെ ബാധിക്കുന്നല്ല. ഇതിവിടെ ട്രൂ ആണെങ്കിലും ഫാൾസ് ആണെങ്കിലും ഒക്കെ ഈ പറഞ്ഞ ഹലോ പ്രിന്റ് വർക്ക് ചെയ്യും ഇവിടെ. ഓക്കെ, അത് പ്രിന്റ് ആയി വന്നോളൂ. അതായത് നമ്മളിവിടെ നോക്കുമ്പോൾ
ഹലോ മാത്രം പ്രിന്റ് ആയിട്ടുണ്ട്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ തെറ്റാണ്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ട്രൂ ആയിട്ട് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ദ നമ്പർ ഈസ് 1 ആൻഡ് ഹലോ എന്ന് പറഞ്ഞ് പ്രിന്റ് ആയിട്ടുണ്ട്. അത് നോക്കണ്ട, ഇവിടെയാണെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണോ അതവിടെ പ്രിന്റ് ചെയ്യാന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് വേണമെങ്കിൽ ഇതിന്റെ താഴെ നമ്മൾ കൊടുത്താൽ മതി, ഈഫ് എന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇതിപ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ഇങ്ങനെ. ഇനിയിപ്പോൾ ട്രൂ അല്ല ഫാൾസ് ആണ് വരുന്നതെങ്കിൽ വേറെ ഒരു സെറ്റ് കാര്യങ്ങളാണ് വരേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മളിവിടെ കൊടുത്തു, ഓൾറെഡി ഒരു വേരിയബിൾ കൊടുത്തു, വേരിയബിളിന് 10 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു എന്ന് പറഞ്ഞു. ദ നമ്പർ ഈസ് 10 എന്ന് പറഞ്ഞിട്ട് ട്രൂ ആണെങ്കിൽ നമ്പർ ഈസ് 10 എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. അല്ലാത്ത പക്ഷം എൽസ് എന്ന് പറഞ്ഞൊരു കീവേഡ് യൂസ് ചെയ്യാം. അത് ഇതുപോലെ തന്നെ ഒരു കോളൻ ഫുൾ കോളം കൊടുക്കുക. ഇവിടെ ഈഫ് കൊടുത്തു, അതിനുള്ളിൽ നമ്മളൊരു കണ്ടീഷൻ കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ഫുൾ കോളം കൊടുത്തു. ഫുൾ കോളം കൊടുത്ത് എൻ്റർ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ചെറിയ സ്പേസും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് മാറി വരുന്നുണ്ട്. അതുപോലെ തന്നെ എൽസ് കൊടുക്കുക. എൽസ് കൊടുത്തിട്ട് ഒരു ഫുൾ കോളം കൊടുത്തിട്ട് നമ്മളിവിടെ എൻ്റർ അടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരു സ്പേസ് വരും. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുക, പ്രിന്റ് കൊടുക്കുക. പ്രിന്റ് നമ്പർ ഈസ് ഓക്കെ, നമ്പർ ഈസ് നോട്ട് 10. ഓക്കെ, നോട്ട് 10. അപ്പോൾ നമ്മളിവിടെ ഇത് പ്രിന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഗസ് ചെയ്ത് നോക്കുക എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നതെന്ന്. ഓക്കെ, ഗസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എ എന്ന് പറയുന്നത് 10 ആണ്. 10 ആണെങ്കിൽ നമ്പർ ഈസ് 10 എന്ന് പ്രിന്റ് ചെയ്യാം. ഇനിയിപ്പോൾ 10 അല്ല എയുടെ വാല്യൂ എന്നുണ്ടെങ്കിൽ നമ്പർ ഈസ് നോട്ട് 10 എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ആൻസർ മിക്കവാറും കണ്ടോ, ദ നമ്പർ ഈസ് 10 എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. അങ്ങനെയാണ് ഈഫെൽസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈഫെൽസ് ലാഡർ ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ എൽസീഫ് ലാഡർ എന്നൊക്കെ പറയും. അതായത് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ അതിപ്പോൾ എങ്ങനെ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇപ്പോൾ എലിഫ് എന്ന് പറഞ്ഞൊരു കീവേഡാണ് ഉപയോഗിക്കുന്നത്. എലിഫ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബ്രാക്കറ്റ്സ് നിർബന്ധമില്ല, വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ സ്പേസ് കൊടുത്തിട്ട് നമ്മൾ അടുത്ത് കൊടുത്താലും മതി. എലിഫ് എന്ന് കൊടുത്തു, എ ഡബിൾ ഈസ് ഈക്വൽ ടു 5 ആണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ 5 ആണെങ്കിൽ അതിൻ്റെ താഴെ PRINT പ്രിന്റ് ദ നമ്പർ ഈസ് 5. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കൊടുക്കാം. എൽസീഫ് ലാഡർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്ര എൽസീഫ് കൊടുക്കാം, വേറെ ഒരു എൽസീഫ് കൊടുക്കാം, അങ്ങനെ എത്ര വേണേൽ എൽസീഫ് നമുക്ക് താഴെ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ എത്ര വേണമെങ്കിൽ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു എൽസ് കൊടുക്കുന്നതിന് അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഈഫ് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് എൽസീഫ് കൊടുത്തു, ഇതിനകത്തൊന്നും പെടാതെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതാണ് അവിടെ പ്രിന്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിവിടെ എയുടെ വാല്യൂ 5 കൊടുക്കാം. ഓക്കെ, 5 കൊടുത്ത് നമ്മളിവിടെ നിന്ന് റൺ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, ദ നമ്പർ ഈസ് 5 എന്ന് പറഞ്ഞാൽ ഈ എൽസീഫിനകത്തുള്ള എന്താണോ അതാണ് അവിടെ പ്രിന്റ് ആയത്. ഇതാണ് ആക്ച്വലി ഈഫ് അല്ലെങ്കിൽ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് പൈത്തണിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റും കൂടിയാണ് വരുന്നത്. ഓക്കെ, ഇപ്പം നമുക്കിപ്പോൾ വേറൊരു ചെറിയ സംഭവം കൊടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്ത് നോക്കാം. അതായത് നമ്മളൊരു വാല്യൂ കൊടുക്കുകയാണ്, നം എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ കൊടുത്തിട്ട് ഇൻറ്റ് ഓഫ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റർ എ നമ്പർ. നമ്മൾ യൂസറിനോട് ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ ആ യൂസർ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ 10 ആണോ, 10ന് താഴെയാണോ, 10ന് മുകളിലാണോ എന്നാണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് നം ഡബിൾ ഈസ് ഈക്വൽ ടു 10നേക്കാൾ മുകളിലാണോ, അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10ഓ 10ന് മുകളിലാണോ എന്ന് നോക്കാനാണ്. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 10 എന്ന് കൊടുത്തിട്ട് ഇവിടെ താഴെ പ്രിന്റ് ചെയ്യാം. പ്രിന്റ് നം ഗ്രേറ്റർ ദാൻ 10. ഓക്കെ, ഗ്രേറ്റർ ദാൻ 10 എന്ന് പറഞ്ഞു കൊടുത്തു. എൽസ് ഇപ്പോൾ എല്ലാ കേസിലും എൽസ് നമ്മൾ ഉപയോഗിക്കും. ചില സമയത്ത് നമ്മൾ ഈഫ് മാത്രമേ യൂസ് ചെയ്യുന്ന കേസസ് ഉണ്ട്, ചിലയിടത്ത് നമ്മൾ ഈഫും എൽസും യൂസ് ചെയ്യുന്ന കേസസ് ഉണ്ട്, ചിലപ്പോൾ ഈഫെൽസ് ലാഡർ യൂസ് ചെയ്യുന്ന കേസ് ഉണ്ട്. അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മാറ്റാം. ഇപ്പോൾ നമുക്ക് നോക്കാം, പ്രിന്റ് കൊടുക്കാം നമ്പർ ലെസ് ദാൻ 10. ഓക്കെ, നമുക്കിന്ന് റൺ ചെയ്യാം പ്ലീസ്. ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ 20 എന്ന് പറഞ്ഞ നമ്പർ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, നമ്പർ ഗ്രേറ്റർ ദാൻ 10 എന്ന് പറഞ്ഞിവിടെ പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് റൺ ചെയ്ത് നോക്കാം. അതിനുശേഷം 2 കൊടുക്കാം. വെറും 2 കൊടുത്തു. 2 എന്ന് പറയുമ്പോൾ നമ്പർ ലെസ് ദാൻ 10 എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തു. അതാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഈഫെൽസ് അല്ലെങ്കിൽ പിന്നെ ഈഫെൽസ് ലാഡർ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും, കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റും കൂടിയാണ് ഇത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ആക്ച്വലി ഇതിനെക്കുറിച്ച് മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.